HTML tags. In this video, we are going to discuss about essential HTML tags. What is a tag? Tag is a command used in hypertext markup language. A tag is included in angle bracket with a name. So the most essential HTML tag in HTML is HTML. ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള ടാഗ് HTML എന്ന ടാഗ് തന്നെയാണ്. ബിക്കോസ് എവറി HTML പേജ് സ്റ്റാർട്ട്സ് വിത്ത് HTML. ഇറ്റ് ഈസ് എ കണ്ടെയ്നർ ടാഗ്. സോ ഇറ്റ് കണ്ടെയ്ൻ ബോത്ത് ഓപ്പണിംഗ് ടാഗ് ആൻഡ് ക്ലോസിംഗ് ടാഗ്. അപ്പോൾ ഒരു വെബ് പേജിൻ്റെ ഏറ്റവും അവസാനം ഉള്ളത് /HTML. സോ HTMLൻ്റെയും /HTMLൻ്റെയും ഇടയിലാണ് നമ്മൾ ബാക്കിയുള്ള കമാൻഡ്സ് എല്ലാം എഴുതുന്നത്. സോ HTML പേജിൻ്റെ രണ്ട് സെക്ഷനാണുള്ളത്, ഹെഡ് സെക്ഷൻ ആൻഡ് ബോഡി സെക്ഷൻ. ഹെഡ് സെക്ഷൻ കണ്ടെയ്ൻ ചെയ്യുന്നതും ബോഡി സെക്ഷൻ കണ്ടെയ്ൻ ചെയ്യുന്നതും HTML എന്ന ടാഗിനുള്ളിലാണ്. സോ ഇറ്റ് ഇസ് എ കണ്ടെയ്നർ ടാഗ് കണ്ടെയ്നിങ് ബോത്ത് ഓപ്പണിംഗ് ടാഗ് ആൻഡ് ക്ലോസിംഗ് ടാഗ്. The main attributes of the HTML tag are DAR and LANG. What is an attribute? Attribute is a specific word or a keyword used in opening tag. HTML ടാഗിൽ യൂസ് ചെയ്യുന്ന മെയിനായിട്ട് രണ്ട് ആട്രിബ്യൂട്ടാണ് DARഉം LANGയും. യൂഷ്വലി ആട്രിബ്യൂട്ട്സ് എഴുതുന്ന സമയത്ത് ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റലായിട്ട് നമ്മൾ എഴുതാറ്. അത് മറ്റുള്ള ടാഗിൽ നിന്ന് അതിനെ ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്യാൻ, ആട്രിബ്യൂട്ടിനെ വേർതിരിച്ചറിയാനാണ് നമ്മൾ അങ്ങനെ മെൻഷൻ ചെയ്യാറ്. സോ ഓരോ ആട്രിബ്യൂട്ടും പരിചയപ്പെടാം. ഫസ്റ്റ് വൺ DAR. It specifies the direction of the text to be displayed on the web page. വെബ് പേജിൽ എങ്ങനെ ടെക്സ്റ്റ് ഡിസ്പ്ലേ ചെയ്യണം, അതിൻ്റെ ഡയറക്ഷൻ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആട്രിബ്യൂട്ടാണ് DIR. സോ DIR ഇസ് എൻ ആട്രിബ്യൂട്ട് ഓഫ് HTML ടാഗ്. HTML ടാഗിൻ്റെ ഉള്ളിലാണ് നമ്മൾ DIR യൂസ് ചെയ്യാറ്. സോ രണ്ട് വാല്യൂസ് ആണ്. ഒരു ആട്രിബ്യൂട്ട് മെൻഷൻ ചെയ്യുമ്പോൾ അതിൻ്റെ സിൻടാക്സ് ആട്രിബ്യൂട്ട് ഈക്വൽ ടു പറഞ്ഞ ഡബിൾ കോട്ട്സിൽ അതിൻ്റെ വാല്യൂ കൊടുക്കും. അതാണ് നമ്മളിൻ്റെ സിൻടാക്സ്. സോ ഇവിടെ DIRന് രണ്ട് വാല്യൂ ആണുള്ളത്. ഒന്നെങ്കിൽ അത് LTR ആവാം. LTR മീൻസ് ലെഫ്റ്റ് ടു റൈറ്റ്. RTL മീൻസ് റൈറ്റ് ടു ലെഫ്റ്റ്. സോ ബൈ ഡിഫോൾട്ട് നമ്മളൊന്നും കൊടുത്തിട്ടില്ലെങ്കിൽ എങ്ങനെയാണ് ഡിസ്പ്ലേ ചെയ്യുന്നത്? LTR ആണ്. ലെഫ്റ്റ് ടു റൈറ്റിലാണ് വെബ് പേജിൽ കണ്ടൻസ് ഡിസ്പ്ലേ ചെയ്യുന്നത്. അതെല്ലാം നമുക്ക് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് റൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? HTML എന്ന ടാഗിൻ്റെ അതിൽ ആട്രിബ്യൂട്ട് DIR ഈക്വൽ ടു വിത്തിൻ ഡബിൾ കോട്ട്സ് RTL എന്ന് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എല്ലാ വെബ് പേജിലെയും ടെക്സ്റ്റ് എല്ലാം ഡിസ്പ്ലേ ചെയ്യുന്നത് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കായിരിക്കും. Okay, അപ്പോൾ DIR is the attribute used in HTML tag to specify the direction of the text. എങ്ങനെ ഡയറക്ഷൻ നമ്മളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് കൊടുത്തിട്ടില്ലെങ്കിൽ ഡിഫോൾട്ടായിട്ട് വരുന്ന വാല്യൂ LTR ആണ്. അത് മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ഈ ടാഗ് യൂസ് ചെയ്യണം. DIR ഈക്വൽ ടു പറഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ വാല്യൂ RTL എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റൈറ്റ് ടു ലെഫ്റ്റിലേക്ക് ടെക്സ്റ്റ് ഡിസ്പ്ലേ ചെയ്ത് കാണാം. രണ്ടാമത്തെ ആട്രിബ്യൂട്ടാണ് LANG. It specifies the language used within the document. നമുക്ക് ഏത് ലാംഗ്വേജ് ആണ് വെബ് പേജിൽ യൂസ് ചെയ്യുന്നത് എന്ന് സ്പെസിഫൈ ചെയ്യാനുള്ള ആട്രിബ്യൂട്ടാണ് LANG. അഗെയിൻ ഇറ്റ് ഇസ് ദ ആട്രിബ്യൂട്ട് ഓഫ് HTML ടാഗ്. HTML ടാഗിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന ആട്രിബ്യൂട്ടാണ് LANG. സോ ഇംഗ്ലീഷ് ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? EN. ദിസ് ഇസ് എ ലിസ്റ്റ് ഓഫ് കോഡ്സ്. ഇംഗ്ലീഷ് ആണെങ്കിൽ EN, ഫ്രഞ്ച് ആണെങ്കിൽ FR, അറബിക് ആണ് വേണമെങ്കിൽ AR, ഹിന്ദി വേണമെന്നുണ്ടെങ്കിൽ HI. ഇങ്ങനെ നമുക്ക് ഈ വാല്യൂസ് നമുക്ക് കൊടുക്കാം. ഏതിൻ്റെ അകത്ത്? LANG ഈക്വൽ ടു പറഞ്ഞിട്ട് നമുക്ക് ഡബിൾ കോട്ട്സിനകത്ത് ഏത് വാല്യൂ കൊടുത്തോ സോ ദാറ്റ് ലാംഗ്വേജ് ഈസ് യൂസ്ഡ് ഇൻ അവർ ഡോക്യുമെൻറ്റ്. ഇപ്പോൾ HTML LANG ഈക്വൽ ടു AR ഡബിൾ കോട്ട്സിനകത്ത് കൊടുക്കണം. ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂ കൊടുക്കുമ്പോൾ ഇപ്പോൾ AR എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെ വെബ് പേജിൽ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് എന്തായിരിക്കും? അറബിക് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ദ മെയിൻ ആട്രിബ്യൂട്ട്സ് യൂസ്ഡ് ഇൻ HTML ടാഗ് ഇസ് ഫസ്റ്റ് വൺ DAR for direction and LANG for the language. സോ നമ്മൾ ഫസ്റ്റ് ടാഗ് പഠിച്ചു കഴിഞ്ഞു. രണ്ടാമത്തെ ഇമ്പോർട്ടൻറ്റ് ടാഗാണ് ഹെഡ് ടാഗ്. ഹെഡ് നമുക്ക് ഓൾറെഡി അറിയാം. HTMLനകത്ത് രണ്ട് സെക്ഷൻ ഉണ്ട്, ഹെഡ് സെക്ഷൻ ആൻഡ് ബോഡി സെക്ഷൻ. ഹെഡ് സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഹെഡ് എന്ന ടാഗിൽ നിന്നാണ്. എഗെയിൻ ഇറ്റ് ഈസ് എ കണ്ടെയ്നർ ടാഗ്. അപ്പോൾ ഓപ്പണിംഗ് ടാഗ് ഉണ്ടാവും, ക്ലോസിംഗ് ടാഗ് ഉണ്ടാവും. Head tag is contain the information about the documents. Document informations like title, script, style definition. അതൊക്കെ നമ്മൾ സ്ക്രിപ്റ്റൊക്കെ പഠിക്കുന്ന സമയത്ത് സ്ക്രിപ്റ്റൊക്കെ റൈറ്റ് ചെയ്യുന്നത് ഹെഡിൻ്റെ അകത്തായിരിക്കും.
ഇപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത് ടൈറ്റിലാണ്. ടൈറ്റിൽ കണ്ടെയ്ൻ ചെയ്യുന്നത് ഹെഡിൻ്റെ അകത്താണ്. മൂന്നാമത്തെ എസെൻഷ്യൽ ടാഗാണ് ടൈറ്റിൽ. സോ ഒരു ടൈറ്റിൽ ബാറിൽ നമ്മളെ വെബ് പേജിൽ ടൈറ്റിൽ ബാറിൽ ടൈറ്റിൽ റൈറ്റ് ചെയ്ത് വരണമെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈറ്റിൽ ഏത് ടാഗിൻ്റെ അകത്ത് കൊടുക്കണം? ടൈറ്റിൽ എന്ന ടാഗിൻ്റെ അകത്ത് കൊടുക്കണം. Again, it is a container tag, contains both opening tag and closing tag. So, ഈ ഓപ്പണിംഗ് ടാഗിൻ്റെയും ക്ലോസിംഗ് ടാഗിൻ്റെ അകത്ത് ഇടയിൽ നമ്മൾ എന്താണോ റൈറ്റ് ചെയ്യേണ്ടത് അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വെബ് പേജിൽ ടൈറ്റിലായിട്ട് അതിന് കാണാം. സോ ടൈറ്റിൽ എന്ന ടാഗ് കണ്ടെയ്ൻ ചെയ്യുന്നത് ഹെഡ് ടാഗിൻ്റെ ഉള്ളിലാണ്. ഹെഡ് ടാഗ് ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ടൈറ്റിൽ ടാഗ് ക്ലോസ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഹെഡ് ടാഗ് ക്ലോസ് ചെയ്യാൻ പാടുള്ളൂ. ബിക്കോസ് ദ ടൈറ്റിൽ ടാഗ് ഈസ് കണ്ടെയ്ൻഡ് ഇൻസൈഡ് ദ ഹെഡ് ടാഗ്. നാലാമത്തെ എസെൻഷ്യലായ ടാഗാണ് ബോഡി ടാഗ്. സോ ബോഡി ടാഗിൻ്റെ പ്രത്യേകത ബോഡി സെക്ഷൻ കണ്ടെയ്ൻ ചെയ്യുന്ന ബോഡി ടാഗിലാണ്. ബോഡി സെക്ഷൻ്റെ പ്രത്യേകത നമുക്ക് എന്താണോ വെബ് പേജിൽ ഡിസ്പ്ലേ ചെയ്യേണ്ടത് അതാണ് നമ്മൾ ബോഡി ടാഗിൻ്റെ അകത്ത് മെൻഷൻ ചെയ്യേണ്ടത്. സോ ബോഡി ടാഗ് ഈസ് എ കണ്ടെയ്നർ ടാഗ്, contain both opening tag and closing tag. So the contents to be displayed in the browser window ആണ് നമ്മൾ ബോഡി ടാഗിൻ്റെ അകത്ത് മെൻഷൻ ചെയ്യുന്നത്. ബോഡി ടാഗിൻ്റെ അകത്ത് മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ആട്രിബ്യൂട്ട്സുകളാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ഈസ് ബാക്ക്ഗ്രൗണ്ട്, BG കളർ, ടെക്സ്റ്റ്, ലിങ്ക്, A ലിങ്ക്, V ലിങ്ക്, ലെഫ്റ്റ് മാർജിൻ, ടോപ്പ് മാർജിൻ. നമുക്ക് ആവശ്യാനുസരണം ഏത് ആട്രിബ്യൂട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം. സോ ഇവിടെയൊക്കെ ശ്രദ്ധിച്ചോളൂ, എല്ലാറ്റിൻ്റെയും ലെറ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് ക്യാപ്സിലാണ്. ഇതിൻ്റെ ഇടയിലൊന്നും സ്പേസ് കൊടുക്കാൻ പാടില്ല. ബിക്കോസ് ഇറ്റ് വർക്ക് ആസ് എ സ്പെസിഫിക് വേർഡ്സ് ഓർ എ കീവേഡ് പോലെ ആക്ട് ചെയ്യുന്നതുകൊണ്ട് അത് ഗ്യാപ്പ് യൂസ് ചെയ്യാതെ തന്നെ നമ്മളിത് ചെയ്യണം. ഓക്കെ, ഇങ്ങനെ റൈറ്റ് ചെയ്യണമെന്നില്ല, ബട്ട് ഇറ്റ് ഈസ് ദ കോമൺ ഫോമാറ്റ്. സോ ആദ്യത്തെ ആട്രിബ്യൂട്ട് പരിചയപ്പെടാം, ബാക്ക്ഗ്രൗണ്ട്. സോ ബാക്ക്ഗ്രൗണ്ട് ആട്രിബ്യൂട്ട് ഈസ് യൂസ് ടു സെറ്റ് ആൻ ഇമേജ് ആസ് ബാക്ക്ഗ്രൗണ്ട്. നമ്മളുടെ വെബ് പേജിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഇമേജ് ഇൻസേർട്ട് ചെയ്യാനാണ് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് എന്ന ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നത്. സോ ഓരോ ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുമ്പോൾ അത് ഏത് ടാഗിലാണ് യൂസ് ചെയ്യുന്നതെന്ന് കറക്റ്റായി മനസ്സിലാക്കണമെങ്കിലേ നമുക്ക് തെറ്റുകൂടാതെ ആ ആട്രിബ്യൂട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇവിടെ നോക്കൂ, ഇതിൻ്റെ സിൻടാക്സ് ഇങ്ങനെയാണ്. ബോഡിയുടെ അകത്താണ്, ബോഡി ടാഗിൻ്റെ അകത്താണ് ആട്രിബ്യൂട്ട് ബാക്ക്ഗ്രൗണ്ട്. സോ ബോഡി ടാഗിൻ്റെ അകത്ത് ബാക്ക്ഗ്രൗണ്ട് ഈക്വൽ ടു നമുക്ക് ഏത് പിക്ചറാണോ ആ പിക്ചറിൻ്റെ URL നമ്മളിവിടെ റൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ നമ്മുടെ വെബ് പേജിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ആ പിക്ചർ നമുക്ക് കാണാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ചെറിയൊരു പ്രോഗ്രാം ഇവിടെ എഴുതിയിട്ടുണ്ട്. സോ HTML നമുക്കറിയാം, വെബ് പേജ് സ്റ്റാർട്ട് ചെയ്യുന്ന HTML ടാഗാണ്. HTML ടാഗിൻ്റെ ഫസ്റ്റ് സെക്ഷൻ ഹെഡ് സെക്ഷനാണ്. ഹെഡ് സെക്ഷൻ്റെ അകത്ത് ടൈറ്റിൽ ഉണ്ടാവും. ഇവിടെ വെബ് പേജിൻ്റെ ടൈറ്റിലായിട്ട് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ. സോ ടൈറ്റിൽ ക്ലോസ് ചെയ്യണം. ക്ലോസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഹെഡ് ക്ലോസ് ചെയ്യേണ്ടത്. ഹെഡ് ക്ലോസ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ബോഡി സെക്ഷൻ ഓപ്പൺ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ ബോഡി സെക്ഷൻ്റെ അകത്ത് നമ്മൾ സാധാരണ ആട്രിബ്യൂട്ട് കൊടുക്കുകയാണെങ്കിൽ ബോഡി സ്പേസ് ഇട്ടിട്ട് വേണം നമ്മൾ ആട്രിബ്യൂട്ട് മെൻഷൻ ചെയ്യാൻ. സോ ബാക്ക്ഗ്രൗണ്ട് ഈക്വൽ ടു ഇവിടെ എന്ത് പിക്ചറാണോ അതിൻ്റെ URL ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ sky.jpg എന്നാണ് കൊടുത്തതെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ പിക്ചർ അവിടെ ബാക്കിൽ ഡിസ്പ്ലേ ചെയ്യും. എന്നിട്ട് ഇതെന്താണ്? ഇത് നമുക്ക് റൈറ്റ് ചെയ്ത് വരേണ്ട ടെക്സ്റ്റാണ് അല്ലേ. ഹലോ വെൽക്കം ടു ദ വേൾഡ് ഓഫ് വെബ് പേജസ് എന്ന് ആ പിക്ചറിൽ റൈറ്റ് ചെയ്ത് വരും. സോ ദിസ് ഈസ് എ സിമ്പിൾ പ്രോഗ്രാം. ഇങ്ങനെയാണ് നമ്മൾ ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഓപ്പണിംഗ് ടാഗിലാണ് ആട്രിബ്യൂട്ട് മെൻഷൻ ചെയ്യുക. സോ രണ്ടാമത്തെ ആട്രിബ്യൂട്ട് BG കളർ. സോ ദിസ് ആട്രിബ്യൂട്ട് സ്പെസിഫൈസ് ദ കളർ ഫോർ ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ ഡോക്യുമെൻറ്റ്സ് ബോഡി. നമ്മുടെ വെബ് പേജിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കളറാണ്, നമുക്ക് ഇമേജ് വേണ്ട, നമുക്കൊരു കളർ. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കളർ മെൻഷൻ ചെയ്യാനാണ് BG കളർ എന്ന് പറയുന്നത്. സോ ഇവിടെ BG കളർ ഈക്വൽ ടു നമുക്ക് വേണ്ട കളർ കൊടുക്കാം. ഈ കളർ കൊടുക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ഹെക്സ് കോഡ് ഉണ്ട്, ഹാഷ് വെച്ച് നമുക്കതിൻ്റെ കോഡായിട്ട് യൂസ് ചെയ്യാം. സോ BG കളർ ഇങ്ങനെ ബോഡി സ്പേസ് BG കളർ ഈക്വൽ ടു വിത്തിൻ ഡബിൾ കോട്ട്സ് നമ്മൾ വാല്യൂ ഏത് കളറാണോ കളർ മെൻഷൻ ചെയ്യാം. സോ ബോഡി BG കളർ ഈക്വൽ ടു ഗ്രേ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ വെബ് പേജിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്തായിരിക്കും ഉണ്ടാവുക? ഗ്രേ കളറായിരിക്കും ഉണ്ടാവുക. സോ നമുക്ക് ഇഷ്ടമുള്ള കളർ നമുക്ക് വേണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിന് കളറായിട്ട് കൊടുക്കാം. മൂന്നാമത്തെ ആട്രിബ്യൂട്ട് ടെക്സ്റ്റ്. സോ ദിസ് ആട്രിബ്യൂട്ട് സ്പെസിഫൈസ് ദ കളർ ഓഫ് ദ ടെക്സ്റ്റ് കണ്ടന്റ് ഇൻ ദ പേജ്. വെബ് പേജിൽ നമ്മൾ റൈറ്റ് ചെയ്യുന്ന ടെക്സ്റ്റിൻ്റെ കളർ ചേഞ്ച് ചെയ്യാനാണ് ടെക്സ്റ്റ് എന്ന ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നത്. സോ ബോഡി ടെക്സ്റ്റ് ഈക്വൽ ടു നേരത്തെ പറഞ്ഞ പോലെ കളർ ഒതുങ്ങി കൊടുക്കാം, അല്ലെങ്കിൽ അതിൻ്റെ കോഡ് കൊടുക്കാം. ഹാഷ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു 6 ഡിജിറ്റ് കോഡ് കൊടുക്കാം.
അപ്പോൾ അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആ കളർ നമുക്ക് അവിടെ നമ്മൾ റൈറ്റ് ചെയ്യുന്ന കണ്ടന്റിന് ആ കളറായിരിക്കും. ഫോർ എക്സാമ്പിൾ ഇവിടെ ടെക്സ്റ്റ് ഈക്വൽ ടു യെല്ലോ എന്ന് പറയുമ്പോൾ നമ്മൾ റൈറ്റ് ചെയ്യുന്ന നമ്മുടെ ഓരോ വേർഡ്സും യെല്ലോ കളറിലായിരിക്കും കാണുന്നത്. സോ ടെക്സ്റ്റിൻ്റെ കളർ ചേഞ്ച് ചെയ്യാനാണ്, കളർ സ്പെസിഫൈ ചെയ്യാനാണ് ടെക്സ്റ്റ് എന്ന ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നത്. ലിങ്ക്, എ ലിങ്ക്, വി ലിങ്ക്, ഇത് 3 വ്യത്യസ്തങ്ങളായ ആട്രിബ്യൂട്ടുകളാണ്. ലിങ്ക്, എ ലിങ്ക്, വി ലിങ്ക്, ഈ 3 ആട്രിബ്യൂട്ടുകൾ യൂസ് ചെയ്യുന്നത് ഹൈപ്പർ ലിങ്ക് യൂസ് ചെയ്യുമ്പോഴാണ്. ഹൈപ്പർ ലിങ്ക് ഈസ് എൻ എലമെൻറ്റ്. ഇറ്റ് മേ ബി എ ടെക്സ്റ്റ് ആവാം അല്ലെങ്കിൽ ഇമേജ് ആവാം. സോ നമ്മൾ മൗസ് പോയിൻ്റർ നമ്മളെ വെബ് പേജിൽ മൗസ് പോയിൻ്റർ മൂവ് ചെയ്യുന്ന സമയത്ത് എവിടെയെങ്കിലും വെക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ കേഴ്സർ ചേഞ്ച് ചെയ്തിട്ട് ഒരു പോയിൻറ്റഡ് ഹാൻഡ് ടിപ്പായിട്ട് നമ്മൾ കാണാം. ചില സ്പെസിഫിക് ഏരിയയിൽ മൗസ് പോയിൻ്റർ മൂവ് ചെയ്യുമ്പോൾ നമ്മൾ മൗസ് പോയിൻ്ററിൻ്റെ ഷേപ്പ് ചേഞ്ച് ചെയ്യുന്നത് കാണാം അല്ലേ? അങ്ങനെ ചേഞ്ച് ചെയ്യുന്ന അതിൻ്റെ മീനിങ് എന്താണ്? ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ദാറ്റ് വെബ് പേജ് ഇസ് പോയിൻറ്റഡ് ടു അനദർ പേജ്, വേറൊരു പേജിലേക്കാണ് ആ സെക്ഷൻ, ആ ലിങ്ക് പോകുന്നത്. സോ അങ്ങനെയുള്ള ലിങ്കുകളെയാണ് ഹൈപ്പർ ലിങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹൈപ്പർ ലിങ്കിന് നമ്മൾ വിസിറ്റ് ചെയ്യുന്നതിന് മുന്നേ വേറെ കളറാവാം, വിസിറ്റ് ആക്റ്റീവ് ആകുമ്പോൾ വേറെ കളറാവാം, വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ കളറാവാം. ഇങ്ങനെ പല കളറുകളാണ് ഹൈപ്പർ ലിങ്കിനുള്ളത്. ഈ കളർ മെൻഷൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന 3 ആട്രിബ്യൂട്ടുകളാണ് ലിങ്ക്, എ ലിങ്ക്, വി ലിങ്ക്. അതിൽ ലിങ്ക് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നത്, സോ ഇതെല്ലാം ബോഡി ടാഗിലാണ് യൂസ് ചെയ്യുന്നത്. ബോഡി ടാഗിൽ ഹൈപ്പർ ലിങ്കിൻ്റെ കളർ ചേഞ്ച് ചെയ്യാനാണ് ഈ 3 ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് ആട്രിബ്യൂട്ട് ലിങ്ക് സ്പെസിഫൈ ചെയ്യുന്നത് കളർ ഓഫ് ദ ഹൈപ്പർ ലിങ്ക് ദാറ്റ് ആർ നോട്ട് വിസിറ്റഡ് ബൈ ദ വ്യൂവർ. നമ്മൾ ആദ്യം വിസിറ്റ് ചെയ്യുന്നതിനേക്കാൾ മുന്നേ അതിൻ്റെ കളർ വേണമെങ്കിൽ നമുക്ക് മാറ്റാം. സോ നമ്മൾ ബൈ ഡിഫോൾട്ട് ദാറ്റ് കളർ ഈസ് ബ്ലൂ, ഒരു ബ്ലൂ കളറിലായിരിക്കും. നമ്മൾ വിസിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അതിന് മുന്നേ അത് ബ്ലൂ കളറിലായിരിക്കും ഉണ്ടാവുക. സോ നമുക്ക് ലിങ്കിന് വേണമെങ്കിൽ ഈക്വൽ ടു ലിങ്ക് ഈക്വൽ ടു പറഞ്ഞ ഒരു വാല്യൂ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ബ്ലൂ കളർ മാറ്റിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള കളർ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. എ ലിങ്ക് സ്പെസിഫൈസ് ദ കളർ ഓഫ് ദ ആക്റ്റീവ് ഹൈപ്പർ ലിങ്ക്. ആക്റ്റീവ് ഹൈപ്പർ ലിങ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ മൗസ് പോയിൻ്റർ വെച്ച് പോയിന്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അത് ആക്റ്റീവ് ആക്കും. ആക്റ്റീവ് ആക്കുന്ന സമയത്ത് ബൈ ഡിഫോൾട്ട് അതിൻ്റെ കളർ ഗ്രീൻ ആണ്. നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ കളർ ചേഞ്ച് ചെയ്യാം. എ ലിങ്ക് ഈക്വൽ ടു നമുക്ക് ഇഷ്ടമുള്ള വാല്യൂ സ്പെസിഫൈ ചെയ്യാം. വി ലിങ്ക് മീൻസ് ഇറ്റ് സ്പെസിഫൈസ് ദ കളർ ഓഫ് ദ ഹൈപ്പർ ലിങ്ക് വിച്ച് ഈസ് ഓൾറെഡി വിസിറ്റഡ് ബൈ ദ വ്യൂവർ. ഒരു ലിങ്ക് ഓൾറെഡി വിസിറ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് നമ്മളെ പേജിലേക്ക് വരികയാണെങ്കിൽ അതിൻ്റെ കളർ മാറിയിട്ടുണ്ടാവും. സോ ദാറ്റ് കളർ ഈസ് ബൈ ഡിഫോൾട്ട് പർപ്പിൾ ആണ്. നമുക്ക് വേണമെങ്കിൽ വി ലിങ്ക് എന്ന ആട്രിബ്യൂട്ട് വെച്ച് നമുക്ക് ആ കളർ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞ് തിരിച്ച് വരുന്ന സമയത്ത് കളർ മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റാം. ഇങ്ങനെ ഹൈപ്പർ ലിങ്കിൻ്റെ വിസിറ്റ് ചെയ്യുന്നതിനേക്കാൾ മുന്നേയും ആക്റ്റീവായ സമയത്തും വിസിറ്റ് ചെയ്തതിന് ശേഷവുമുള്ള ഹൈപ്പർ ലിങ്കിൻ്റെ കളർ ചേഞ്ച് ചെയ്യാനാണ് ഈ 3 ആട്രിബ്യൂട്ട്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ലിങ്ക്, എ ലിങ്ക്, വി ലിങ്ക്. നമുക്ക് വേണമെങ്കിൽ 3ഉം ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള കളേഴ്സ് മാത്രം നമുക്ക് ചേഞ്ച് ചെയ്യാം. ലാസ്റ്റ് ആട്രിബ്യൂട്ട് ലെഫ്റ്റ് മാർജിൻ ആൻഡ് ടോപ്പ് മാർജിൻ. സോ നമ്മൾ വെബ് പേജ് ഡിസൈൻ ചെയ്യാന്നല്ലേ. അപ്പോൾ ലെഫ്റ്റ് മാർജിൻ ഉദ്ദേശിക്കുന്നത് നമ്മളെ വെബ് പേജിന് ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഡോക്യുമെൻ്റ് ലെഫ്റ്റ് സൈഡിൽ എത്ര സ്പേസ്, എത്ര ഗ്യാപ്പ് വിടണം. അതേപോലെ ടോപ്പ് മാർജിൻ എത്ര ഗ്യാപ്പ്, ബ്ലാങ്ക് ഏരിയ ടോപ്പ് എഡ്ജിൽ നിന്ന് നമ്മൾ എത്ര സ്പേസ് വിടണം. അങ്ങനെയുള്ളൊരു ഏരിയ, ഒരു മാർജിൻ സെറ്റ് ചെയ്യാനാണ് നമ്മൾ യൂസ് ചെയ്യുന്ന 2 ആട്രിബ്യൂട്ടുകളാണ്, 2 ഡിഫറെൻറ്റ് ആട്രിബ്യൂട്ടുകളാണ് ലെഫ്റ്റ് മാർജിൻ ആൻഡ് ടോപ്പ് മാർജിൻ. അപ്പോൾ സിൻടാക്സ് എങ്ങനെയാണ്? ബോഡി ലെഫ്റ്റ് മാർജിൻ ഈക്വൽ ടു ഡബിൾ കോട്ട്സിൻ്റെ അകത്തൊരു സൈസ് സ്പെസിഫൈ ചെയ്യാം. ടോപ്പ് മാർജിൻ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടോപ്പ് മാർജിൻ ഈക്വൽ ടു ഡബിൾ കോട്ട് സൈസ് സ്പെസിഫൈ ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ 1 യൂസ് ചെയ്യാം, അല്ലെങ്കിൽ 2 യൂസ് ചെയ്യാം. സോ ഇവിടെ നോക്കൂ, ബോഡി ലെഫ്റ്റ് മാർജിൻ ഈക്വൽ ടു 60, ടോപ്പ് മാർജിൻ ഈക്വൽ ടു 70. ദാറ്റ് മീൻസ് ലെഫ്റ്റ് സൈഡിൽ നിന്ന് 60 മീൻസ് പിക്സലിലാണ്, അതിൻ്റെ എത്ര സൈസാണ് ഓരോ സെല്ലിൻ്റെ പിക്സലിലാണ് ഉദ്ദേശിക്കുന്നത്. 60 സെല്ലുകൾ സ്പേസ് അവിടെ ലെഫ്റ്റിൽ നിന്ന് ഡോക്യുമെൻറ്റിലേക്ക് ഗ്യാപ്പ് ഉണ്ടാവും. അതേപോലെ ടോപ്പ് എഡ്ജിൽ നിന്ന് 70 പിക്സൽ സൈസ് ഇതിന് വേണ്ടി മാറ്റി വയ്ക്കും. ഓക്കെ, മാർജിന് വേണ്ടി സെറ്റ് ചെയ്ത് വെക്കും. ഇങ്ങനെ യൂസ് ചെയ്യുന്ന, ഇപ്പോൾ ബോഡി ടാഗിൻ്റെ അകത്ത് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ആട്രിബ്യൂട്ടുകളാണ് നമ്മളിവിടെ പരിചയപ്പെട്ടത്. ഏതൊക്കെയായിരുന്നു? ബാക്ക്ഗ്രൗണ്ട് ഫോർ ഇൻസേർട്ടിങ് എ ബാക്ക്ഗ്രൗണ്ട് ഇമേജ്, BG color for background color, text means color of the, to change the color of the text, link, A link and V link for specifying the
for changing the color of the hyperlink, left margin and top margin for specifying the size of the margin. ഇത്രയും ആണ് ബോഡി ടാഗിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന കോമൺ ആയിട്ടുള്ള ആട്രിബ്യൂട്ട്സ്. അപ്പോൾ ഓരോ ആട്രിബ്യൂട്ടും വ്യക്തമായി ഏത് ടാഗിൻ്റെ അകത്താണ് യൂസ് ചെയ്യുന്നതെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ആ ആട്രിബ്യൂട്ടിനെ അവിടെ ഫലപ്രദമായി യൂസ് ചെയ്യാൻ പറ്റുള്ളൂ.